ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ മറ്റൊരു നിർണായക ചരിത്ര സന്ധിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഏപ്രിൽ 9 നടന്ന ഒറ്റപ്പെട്ട വോട്ടെടുപ്പിൽ സംസ്ഥാനത്തെ കോടിക്കണക്കിന് വോട്ടർമാർ രേഖപ്പെടുത്തിയ വിധി എന്താകുമെന്ന ആകാംക്ഷയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ട് പ്രമുഖ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഭരണ തുടർച്ചയെന്ന LDFന്റെ സ്വപ്നവും അധികാരം തിരിച്ചുപിടിക്കാനുള്ള UDFന്റെ ശക്തമായ പോരാട്ടവും കേരളത്തിൽ വേരുകൾ ഉറപ്പിക്കാനുള്ള NDAയുടെ ശ്രമവും ഈ തെരഞ്ഞെടുപ്പിനെ മുൻപില്ലാത്ത വിധം വാശിയേറിയതാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളത്തിൽ ഇത്തവണ ഒരു ഭരണമാറ്റത്തിനാണ് സാധ്യത തെളിയുന്നതെന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുറത്തുവന്ന മിക്ക പ്രവചനങ്ങളും UDFന് വ്യക്തമായ മേൽക്കൈ പ്രവചിക്കുന്നു. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ല, മറിച്ച് കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ ചിന്താഗതികളുടെയും ജനകീയ വികാരങ്ങളുടെയും പ്രതിഫലനമായാണ് നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണ തുടർച്ചാ വാദങ്ങൾക്കും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും K സുധാകരന്റെയും നേതൃത്വത്തിൽ നടന്ന UDF പ്രചാരണങ്ങൾക്കും ജനങ്ങൾക്കിടയിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് ഈ പ്രവചന കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആക്സിസ് മൈ ഇന്ത്യ പോലെയുള്ള പ്രമുഖ ഏജൻസികൾ UDFന് വമ്പൻ വിജയം പ്രവചിക്കുമ്പോൾ കേരളം വീണ്ടും ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്കാണോ അതോ സുസ്ഥിരമായ ഒരു പുതിയ ഭരണത്തിലേക്കാണോ നീങ്ങുന്നതെന്ന ചോദ്യമാണ് ഇന്ന് ഓരോ മലയാളിയുടെയും ഉള്ളിലുള്ളത്. 140 മണ്ഡലങ്ങളിൽ നടന്ന കടുത്ത പോരാട്ടത്തിന്റെ യഥാർത്ഥ ചിത്രം മെയ് ആദ്യ വാരത്തോടെ മാത്രമേ തെളിയുകയുള്ളൂ. എങ്കിലും നിലവിലത്തെ പ്രവചനങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ വലിയ ചർച്ചകളിലേക്ക് തിരിതെളിക്കുമെന്ന് ഉറപ്പാണ്. കേരളത്തിൽ ഇത്തവണ UDF തരംഗമാണ് ആഞ്ഞടിക്കുന്നതെന്ന് ഭൂരിഭാഗം പ്രവചന ഫലങ്ങളും അടിവരയിടുന്നു. തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിൽ സാധാരണയായി വലിയ കൃത്യത പുലർത്താനുള്ള ആക്സിസ് മൈ ഇന്ത്യ ഉൾപ്പെടെയുള്ള 9ഓളം പ്രമുഖ ഏജൻസികളാണ് UDF അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചിരിക്കുന്നത്. ഇത് പ്രതിപക്ഷ മുന്നണിക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ആക്സിസ് മൈ ഇന്ത്യ ഏറ്റവും വലിയ വിജയമാണ് UDFന് പ്രവചിക്കുന്നത്. 72 മുതൽ 90 വരെ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്ന് ഈ സർവേ പറയുന്നു. വോട്ട് വിഹിതത്തിൽ UDFന് 44% നേടുമ്പോൾ LDF 39% ഒതുങ്ങുമെന്നും ഇവർ കണക്കാക്കുന്നു. ടൈംസ് നൗ JVC UDF 72 മുതൽ 84 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. ഭരണ തുടർച്ചയ്ക്കായി പോരാടുന്ന LDFന് 52 മുതൽ 61 വരെ സീറ്റുകൾ മാത്രമേ ഇവർ നൽകുന്നുള്ളൂ. പീപ്പിൾസ് പൾസ് നൽകുന്നത് UDFന് 75 മുതൽ 85 വരെ സീറ്റുകളാണ്. ചാണക്യ ഏജൻസി നൽകുന്നത് UDFന് 72 മുതൽ 80 വരെ സീറ്റുകളാണ്. ഈ കണക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ പകുതിയിലേറെയും UDF പിടിച്ചെടുക്കുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ. മലബാർ മേഖലയിലും മധ്യ കേരളത്തിലും UDFന് ലഭിക്കുന്ന ശക്തമായ പിന്തുണയാണ് ഈ സീറ്റ് വർധനവിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. LDFന് 50-നും 60-നും ഇടയിൽ സീറ്റുകൾ മാത്രമാണ് മിക്ക സർവേകളും നൽകുന്നത്. ഈ പ്രവചനങ്ങൾ ശരിയാവുകയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ തരംഗമാണ് കേരളത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നതെന്ന് ഉറപ്പിക്കാം. പ്രവചനങ്ങൾ നൽകുന്ന ഈ വമ്പൻ കണക്കുകൾ UDF ക്യാമ്പുകളിൽ ഇതിനകം തന്നെ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഭരണമാറ്റ രീതി തിരുത്തിക്കുറിച്ച് തുടർച്ചയായ 3-ാം തവണയും അധികാരം നിലനിർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് LDF ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ പുറത്തുവന്ന ഭൂരിഭാഗം പ്രവചനങ്ങളും ഇടതുമുന്നണിക്ക് അത്ര ശുഭകരമായ വാർത്തകളല്ല നൽകുന്നത്. എങ്കിലും ചില പോസിറ്റീവ് ഘടകങ്ങൾ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഭൂരിഭാഗം ഏജൻസികളും UDFന് വിജയം പ്രവചിക്കുമ്പോഴും ചില സർവേകൾ LDFന് മാന്യമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു. മാട്രിക്സ് സർവേ പ്രകാരം LDFന് 60 മുതൽ 65 സീറ്റുകൾ വരെ ലഭിക്കാം. ഇത് കേവല ഭൂരിപക്ഷത്തിന് തൊട്ടരികിലാണ്. PMark 62 മുതൽ 69 വരെ സീറ്റുകൾ പ്രവചിക്കുന്നത് ഇടതു ക്യാമ്പുകളിൽ നേരിയ പ്രതീക്ഷ നൽകുന്നു. മുന്നണിക്ക് സീറ്റുകൾ കുറയുമെന്ന് പ്രവചിക്കപ്പെടുമ്പോഴും വ്യക്തിപരമായി മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്ന ജനപിന്തുണ ശ്രദ്ധേയമാണ്. ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രകാരം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് പിണറായി വിജയനെയാണ്. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ട രീതിയും അദ്ദേഹത്തിന് വലിയൊരു വോട്ട് ബാങ്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. ഈ വ്യക്തി പ്രഭാവം വോട്ടെണ്ണുമ്പോൾ സീറ്റുകളായി മാറുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. പ്രവചന ഫലങ്ങൾ പുറത്തു വരുന്നതിന് പിന്നാലെ മന്ത്രിമാരോടും ഉദ്യോഗസ്ഥരോടും സംസാരിച്ച മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രവചനങ്ങൾ പലപ്പോഴും തെറ്റാറുണ്ടെന്നും താഴെത്തട്ടിലുള്ള ജനകീയ വികാരം ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമാണെന്നും LDF നേതൃത്വം ആവർത്തിക്കുന്നു. വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തോടെയെങ്കിലും ഭരണം നിലനിർത്താൻ കഴിയുമെന്നാണ് ഇടതുമുന്നണിയുടെ വിശ്വാസം. കേരളത്തിലെ ദ്വിമുഖ രാഷ്ട്രീയ പോരാട്ടത്തെ ത്രികോണ മത്സരമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന BJP നയിക്കുന്ന NDA സഖ്യം ഇത്തവണ ചരിത്രപരമായ മുന്നേറ്റം നടത്തുമെന്നാണ് പ്രവചന ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതിരുന്ന NDA ഇത്തവണ ശക്തമായി തിരിച്ചുവരുമെന്ന് മാത്രമല്ല പല മണ്ഡലങ്ങളിലും നിർണായകരമായ ശക്തിയാകുമെന്നും സർവേകൾ പ്രവചിക്കുന്നു. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഒരേ രാഷ്ട്രീയ തരംഗമല്ല പ്രതിഫലിക്കുന്നത്. ഓരോ ജില്ലയിലെയും പ്രാദേശിക പ്രശ്നങ്ങളും സാമൂഹിക സമവാക്യങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും അനുകൂലമായതോടെ UDF ക്യാമ്പുകളിൽ വലിയ ഉണർവ് പ്രകടമാണ്. സംസ്ഥാനത്ത് അതിശക്തമായ ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിട്ടുണ്ടെന്നും അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും UDF നേതാക്കൾ അവകാശപ്പെടുന്നു. UDFന് 85-ന് മുകളിൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്തെന്നുമാണ് പ്രതിപക്ഷ നേതാക്കളായ VD സതീശനും K സുധാകരനും ഒക്കെ വ്യക്തമാക്കുന്നത്.
പ്രവചന ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് LDF സ്വീകരിക്കുന്നത്. പ്രവചനങ്ങൾ പലപ്പോഴും തെറ്റാറുണ്ടെന്നും താഴെത്തട്ടിലുള്ള യഥാർത്ഥ ജനവികാരം സർക്കാരിന് അനുകൂലമാണെന്നും LDF നേതൃത്വം ആവർത്തിക്കുന്നു. മന്ത്രിമാരോടും ഉദ്യോഗസ്ഥരോടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഒന്നിലധികം സീറ്റുകൾ നേടി കേരള നിയമസഭയിൽ നിർണായക ശക്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NDA. പീപ്പിൾ ഇൻസൈറ്റ് 14 സീറ്റുകൾ വരെ പ്രവചിച്ചതും BJP പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്നുണ്ട്. മുന്നണികളുടെ ഈ അവകാശവാദങ്ങൾക്കിടയിലും അന്തിമ വിധി മെയ് ആദിവാരം നടക്കുന്ന വോട്ടെണ്ണലിലൂടെ മാത്രമേ വ്യക്തമാകൂ. പ്രവചനങ്ങൾ ശരിയാകുമോ അതോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ച് LDF അധികാരം നിലനിർത്തുമോ എന്നാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉറ്റുനോക്കുന്നത്.